സ്വാമി ശരണയ്യപ്പ ഭഗവാനെ, ഇന്ന് നല്ല ഗോള് കിട്ടണേ, ആരെങ്കിലും വന്ന് തടയണേ. സ്വാമി ശരണയ്യപ്പ. സ്വാമി ശരണയ്യപ്പ. സ്വാമി ശരണയ്യപ്പ. കാക്കണമേ, കാത്ത് രക്ഷിക്കണേ. പീതാംബരൻ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒത്തിരി നാളായല്ല കണ്ടിട്ട്. അപ്പോ നിന്നെ കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ. എന്താ നിന്റെ ഫോൺ നമ്പർ മാറിയാ? പറയാനാ പീതാംബരൻ ചേട്ടാ, ഈ അടുത്ത കാലത്തായി 2 കല്യാണം ഞാൻ കഴിച്ചു കൊടുത്തായിരുന്നു. അപ്പൊ 2 കൂട്ടരും ഓരോ മൊബൈലാ തന്നത്. അപ്പോ 2 സിമ്മ് വാങ്ങിച്ചും കിട്ടും. അതിന് ഫോൺ വാങ്ങിയതിന് എന്തിനാ നമ്പർ മാറ്റി? അത് പിന്നെ മൊബൈല് പുതിയതാവുമ്പോ സിമ്മും മാറ്റണ്ടേ. പീതാംബരൻ ചേട്ടാ, നിങ്ങളുടെ മോളുടെ കല്യാണം എന്തായി? അല്ല ശരിയായ? കല്യാണമൊക്കെ റെഡിയായി. അവര് കുറേ സ്ത്രീധനം ചോദിച്ചു. ഇത്രയും സ്വർണവും പണവും ഒന്നും കൊടുക്കാൻ എൻ്റെ അടുത്തൊന്നും ഇല്ലായിരുന്നു. അതിന് ചേട്ടന്റെ കയ്യിൽ എന്നായിരിക്കണം? ഒലക്കേട മൂട് ഉണ്ട. അയ്യോ അയ്യോ. അതെന്താ പപ്പ, നീ എന്നെ കളിയാക്കിയതാണോ? അങ്ങനെ ഞാൻ ചെയ്യുമോ ചേട്ടാ? ഞാനീ പറഞ്ഞ കാര്യം നാട്ടിൽ ആരോടും പറഞ്ഞേക്കല്ലേ പപ്പ, നാട്ടിക്കല്ലേ. ആര്? ഞാനോ? ഞാനാരോടും പറയത്തില്ല. എന്നെ വിശ്വസിക്കരുത്. പിന്നെ ആരെങ്കിലും പറഞ്ഞ് നാട്ടുകാരറിഞ്ഞ എന്നെ കുറ്റപ്പെടുത്തരുത്, പറഞ്ഞേക്കാം. പിന്നെ നീ പറഞ്ഞേ അറിയൂ. ഓ, അങ്ങനെ ആവട്ടെ. ശരി ചേട്ടാ, ഞാൻ പോണേ, എനിക്ക് കുറച്ച് പണിയുണ്ടേ. ഓരോന്ന് വന്ന് കേറിക്കോളും രാവിലെ രാവിലെ. അതുകൊണ്ടും പറയാം. രാവിലെ എവിടെ പോയി? അമ്പലത്തിൽ പോയതാണെന്നേ. മനസ്സിലായി. എന്തിനാ ചോദിച്ചേ? നെറ്റിയെ ചന്ദനം തൊട്ടിരിക്കുന്ന കണ്ടില്ലേ? കണ്ടു കണ്ടു. നെറ്റിയിൽ ചന്ദനം തൊടുന്നവരെല്ലാം അമ്പലത്തിൽ പോകണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? അപ്പോ തോമസ് ചേട്ടാ, ഞങ്ങളുടെ മതത്തെ കയറി ചെറിയവരല്ലേ? പറഞ്ഞു നീ എങ്ങോട്ടാണ് പോണത്? ഞാനില്ലേ, നാളെ വിടും. അത് പോട്ടെ തോമസ് ചേട്ടാ, എവിടെ പോയിരുന്നു? എങ്ങോട്ട് പോകുന്നു? പപ്പ, ഞാൻ രാവിലെ പള്ളിയിൽ പോയതാണ്. അത് കൊള്ളാം. തോമസ് ചേട്ടന് പള്ളിയിൽ പോവാം, എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റില്ല അല്ലേ? അയ്യോ എന്റെ പൊന്നു പപ്പ, നീ വേറെ വല്ലതും പറ. പറയാം, ആരോടും പറയരുത്. സത്യം ചെയ്യാമെങ്കിൽ പറയാം. സത്യം, കർത്താവാണ് സത്യം. ഞാൻ ആരോടും പറയില്ല. ജീവൻ പോയാലും പറയില്ല. താൻ പറയണം. ആ ചേട്ടൻ എന്നാ പറ്റി? പുള്ളിക്കാരന് കുഴപ്പമൊന്നുമില്ല, മകൾക്കാണ് കുഴപ്പം. മകൾക്ക് എന്ത് പറ്റി? ധൃതി പിടിക്കാതെ പറയാന്നേ.
ആ അതെ, ആ പീതാംബരൻ ചേട്ടൻ്റെ മൂത്ത മകളെ. ആ മൂത്ത മകള് എന്താ പറ. പീതാംബരൻ ചേട്ടൻ്റെ മൂത്ത മകൾ ഇന്ദു, അവൾക്കൊരു ആലോചന ഞാൻ കൊണ്ടുവന്നതാന്നേ. അപ്പൊ പറയുക, അവളുടെ കല്യാണം നിശ്ചയിച്ചതാണ്, ആള് വിദേശത്താണ്. എന്നിട്ട് ആ പെണ്ണ ആള് ശരിയല്ലെന്നേ. അവക്കൊരു പയ്യനുമായിട്ട് ചുറ്റിക്കറക്കം പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്.